36 മണിക്കൂറാണ് തുടർച്ചയായി തൃശൂർ പൂരം അരങ്ങേറുക. തിരുവമ്പാടിക്കും പാറമേക്കാവിനും പുറമെ നമ്മൾ ഈ കാണുന്നത് പോലെ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും അണിനിരക്കുന്നതോടുകൂടിയാണ് ഈ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴേ ഈ ജനലക്ഷങ്ങളെ നമുക്ക് കാണാം. അപ്പോൾ ഉച്ചയോടുകൂടി തേക്കിൻകാട് മൈതാനം, ഈ ഘടകക്ഷേത്രങ്ങളിലേക്കുള്ള പൂരങ്ങളൊക്കെ അണിനിരക്കുന്നതോടുകൂടി തെക്കിൻകാട് മൈതാനം ജനലക്ഷങ്ങളെ കൊണ്ട് നിറയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്ക് പ്രസാദ് ഉറുമ്പശ്ശേരിയിലേക്ക് കൂടി പോകേണ്ടത്. പ്രസാദ്, ഘടകപൂരങ്ങളുടെ വരവ് അത് കണിമംഗലം ശാസ്താവ് തൊഴുതുമടങ്ങി ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തലയെടുപ്പോടുകൂടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അവിടെ നിൽക്കുന്നു. മറ്റ് ഘടകപൂരങ്ങൾ എത്തുന്നു. ശക്തന്റെ മണ്ണിൽ പൂരാവേശം കൊടുമ്പിരികൊള്ളുന്നു. തീർച്ചയായും സേതു, ഞാനിങ്ങനെ ലെവിനും അതോടൊപ്പം തന്നെ റഹീമൊക്കെ പറയുന്നത് കേൾക്കുകയായിരുന്നു. ഇനി ഏറ്റവും ആവേശകരമായ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അല്പസമയത്തിനകം ഈ തെക്കേ ഗോപുര നടയിൽ നടക്കും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ വേണ്ടി ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് തന്നെ വന്നിരിക്കും. നമ്മളൊരു മേളം പോലെ പതുക്കെ പതുക്കെ കൊട്ടിക്കയറി അതിൻ്റെ ആവേശത്തിലേക്ക് കയറുന്ന രീതിയിലേക്ക് പൂരാവേശം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു അതിഥിയുണ്ട്, UGS ഗോൾഡ് ലോണിൻ്റെ MD അജിത് പാലാട്ട്. എന്തായാലും പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടോ? എങ്ങനെയാണ് വരുന്നു? കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഈ അവസരത്തിൽ നമ്മൾ പൂരം കാണാൻ പൂരനഗരിയിൽ എത്താറുണ്ട്. എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇവിടെ എത്താറുണ്ട്. നമ്മൾ പൂരപ്പറമ്പിലെത്തിയാലാണ്, സത്യം പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പൂരപ്പറമ്പിലെത്തിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ. ഒരു വൈബ്, യഥാർത്ഥ വൈബ് നമുക്ക് പൂരപ്പറമ്പിലല്ലേ കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചടങ്ങ് പൂരത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ടല്ലോ. ഇപ്പോൾ മടത്തിൽ വരവാണെങ്കിലും അല്ലെങ്കിൽ ഇളഞ്ഞിത്തറമേളാണെങ്കിലും അല്ല, എല്ലാം നമ്മൾ ആസ്വദിക്കാറുണ്ട്. അതിൽ മേളം നമ്മൾ നന്നായി ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഇലഞ്ഞിത്തറമേള ആണെങ്കിലും മഴത്തിൽ വരവാണെങ്കിലും പിന്നെ കുടമാറ്റം നമ്മൾ റെയറായിട്ടാണ് നമ്മൾ ഉണ്ടാവാറ്. കാരണം ആ ഒരു സമയത്തെ ക്രൗഡ് നമുക്കറിയാലോ. അപ്പോൾ സമയമുണ്ടെങ്കിൽ ആ സമയം കുടമാറ്റം കൂടി കണ്ടിട്ടാണ് നമ്മൾ പോകാറ്. ബാക്കിയെല്ലാം ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകാറ്. കാരണം ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ തനിമ ഒന്നും ചോരാതെയാണ് അതിൻ്റെ ഒരു മാറ്റ് അല്ലേ. നമുക്കറിയാം പണ്ടത്തെ പോലെ ആ ഒരു ഇതില്ലാതെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ദുരന്തത്തിൽപ്പെട്ട അല്ലെങ്കിൽ പരിക്കേറ്റ അപകടത്തിൽപ്പെട്ട എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അതോടൊപ്പം ഈ അവസരത്തിൽ എല്ലാവരും സഹായിക്കാൻ, അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കുണ്ടായ വിഷമത്തിൽ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പരസ്പരം ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ഉത്തമ മാതൃകാപരമായ കാര്യം നമ്മൾ പൊതുവെ സാധാരണമാണ്. കാരണം ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അവരൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ UGSഉം പരിക്കേറ്റവരുടെയും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത്തരത്തിൽ ഇനി ഒരു വേദനാജനകമായ ഇത്തരത്തിലൊരു അനുഭവം ഇല്ലാതെ ജാഗ്രത പാലിക്കാൻ കഴിയട്ടെ എന്ന് അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെയും UGS ഗ്രൂപ്പിൻ്റെയും ഒരാശംസകൾ കൂടി ഞാൻ നേരെയാണ്. സേതു, അതിനാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ദുഃഖകരമായൊരു സംഭവമുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും ആ പൂരത്തിൻ്റെ ചടങ്ങുകൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുറച്ച് ആളുകളിലേക്കും കൂടി പോവുകയാണ്. അതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒന്ന് ഇവിടുത്തെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെയാണ്. ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ പരിശോധനകൾ നടത്തുന്നത് ഇവരാണ്. നമുക്ക് ഇവരോട് ഒരു പൂരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചോദിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരം അല്പം ടെൻഷനുമാണ്, എന്നാൽ ഇത് ആസ്വദിക്കുകയും വേണം. എങ്ങനെയാണ് പൂരാനുഭവം? പൂരം എല്ലാ കൊല്ലം നല്ലപോലെ നമുക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ട് നമുക്ക് ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം കുറച്ച് വിഷമത്തോടു കൂടിയാണ് പൂരം നടത്തുന്നത്. എങ്കിൽ കൂടി ഞങ്ങൾ 23-ാം തീയതി തൊട്ട് ഇവിടെ നമ്മുടെ ചെക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി വരികയാണ്. ഇന്നിപ്പോൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദഗ്ധരായ പോലീസുകാരടക്കം 70ഓളം പേര് ഇന്നിവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ എൻട്രി പോയിന്റിലും ഓരോ ടീമിനെ വെച്ചിട്ട് പരിശോധിച്ചിട്ടാണ് കടത്തിവിടുന്നത്. കൂടാതെ തേക്കിൻകാട് മൈതാനം, സ്വരാജ് റൗണ്ട്, നമ്മുടെ വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ ഉൾഭാഗങ്ങൾ, പിന്നെ KSRTC റെയിൽവേ സ്റ്റേഷൻ, ഔട്ടർ ജംഗ്ഷനുകൾ എല്ലാവിടെയും പരിശോധനകൾ കഴിഞ്ഞു. ഇന്ന് കാലത്ത് ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി ഓരോ അലഞ്ചിത്തറ നടക്കുമ്പോൾ അതിന് മുന്നായിട്ട് അവിടെ ചെക്ക് ചെയ്യും. മടത്തിൽ
ഇതിൻ്റെ പേര് ബോബ് ബ്രൂട്ടസ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും എത്ര സമയം കൂടുമ്പോൾ അവർ പരിശോധന നടത്തുന്നത്? രാവിലെ തൊട്ട പരിശോധന പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെയാണോ? എങ്ങനെയാണ് ആ അതെ 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 ആ സർവ്വങ്ങൾ തന്നെ രാവിലെ എങ്ങനെയാണ് നമ്മളൊരു പൂരക്കാഴ്ച എങ്ങനെയാണ് നിങ്ങൾ ഒരക്കാഴ്ച അടിപൊളി നല്ല നടക്കട്ടെ എന്നുള്ളതാണ്. അതെ. എന്താ പറയാനുള്ളത്? പൂരത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരങ്ങളുടെ പൂരമാണല്ലോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു 3ാമത്തെ തവണയാണ് ഇപ്പം തൃശ്ശൂർ പൂരം ഡ്യൂട്ടിക്കായിട്ട് വരുന്നത്. ഞങ്ങളിപ്പം മലപ്പുറത്തു നിന്നാണ് ഞങ്ങൾ 2 ഡോഗും വന്നിട്ടുള്ളത്. അപ്പോൾ പരിശോധനയും അതോടൊപ്പം തന്നെ പൂരവും കാണുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ പരിശോധനയ്ക്ക് ശേഷം പൂരം ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്.